ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ഓഹരി വിപണികളിൽ വിൽപ്പന സമ്മർദ്ദം. നിഫ്റ്റി 22,260 വരെ താഴ്ന്നു. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, മൈക്രോ ക്യാപ് ഓഹരികൾ ഇന്നും ഇടിവിൽ. കേന്ദ്ര പൊതുമേഖലാ കമ്പനികളും നഷ്ടത്തിന്റെ പാതയിൽ. നേട്ടമുണ്ടാക്കി FMCG കമ്പനികൾ. ഡോളറിനെതിരെ രൂപ ദുർബലമായി. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണം ഔൺസിന് $2,160. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 48,280 രൂപ. 1.25 ലക്ഷം കോടി രൂപയുടെ അർദ്ധചാലക പദ്ധതികൾക്ക് തുടക്കമിട്ട് പ്രധാനമന്ത്രി. സെമി കണ്ടക്ടർ ക്ലബിലേക്കുള്ള ഇന്ത്യൻ പ്രവേശനത്തിന് ഗുജറാത്തിലെ ധോലേരയിൽ തുടക്കം. ടാറ്റ ഗ്രൂപ്പും തൈവാനിലെ പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷനും ചേർന്ന് നിർമ്മിക്കുന്ന ചിപ്പ് 2026 അവസാനത്തോടെ പുറത്തിറക്കും. സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിന് ഇരു കമ്പനികളും തമ്മിൽ ധാരണയായി. ആശ്രിതരായ കുടുംബാംഗങ്ങളെ UK കൊണ്ടുവരുന്നതിൽ നിന്ന് കെയർ വിസ ജീവനക്കാർക്ക് നിയന്ത്രണം. തീരുമാനം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പരിചരണ ജീവനക്കാർക്ക് തിരിച്ചടിയാകും. UK ഹോം ഓഫീസിന്റെ പുതുക്കിയ വിസ ചട്ടങ്ങൾ ഈ ആഴ്ച പ്രാബല്യത്തിൽ വരും. ധാർമ്മികവും സുസ്ഥിരവുമായ കുടിയേറ്റ സമീപനം ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്ന് ആഭ്യന്തര സെക്രട്ടറി ജെയിംസ് ക്ലവർലി. ഈ മാസം അവസാനത്തോടെ റിക്ഷ പുറത്തിറക്കാൻ ഓല. പ്രാഥമിക ഓഹരി വിപണി പ്രവേശനത്തിന് മുന്നോടിയായി പുതിയ റിക്ഷ റാഹി വിപണിയിലെത്തിക്കും. നീക്കം വാണിജ്യവാഹന ബിസിനസ്സിലേക്ക് കടക്കാനുള്ള ഓലയുടെ ദീർഘകാല പദ്ധതിയുടെ ഭാഗം. കോടികളുടെ മഹാദേവ് ഓൺലൈൻ വാതുവെപ്പ് തട്ടിപ്പിൽ നിർണായക കണ്ടെത്തലുമായി ED. ഓഹരി വിപണികളിലേക്ക് ഫണ്ട് എത്തിക്കാൻ ഉപയോഗിച്ച ഡമ്മി കമ്പനികളുടെ അക്കൗണ്ടുകൾ കണ്ടെത്തി. ED വെളിപ്പെടുത്തൽ സ്കൈ എക്സ്ചേഞ്ച് എന്ന വാതുവെപ്പ് വെബ്സൈറ്റിലൂടെ 423 കോടി വകമാറ്റിയെന്ന കേസ്. ഇന്ന് വിപണിയിൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് കാണുന്നത്. ഒരു കറക്ഷൻ്റെ പാതയിലാണ്. എന്നാലും ബ്ലൂ ചിപ്പ് ഓഹരികൾ വലിയ നേട്ടത്തിലാണ്. നമ്മൾ ഓഹരി വിപണിയിലെ ഇന്നത്തെ നീക്കം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദേശീയ ഓഹരി വിപണി 267 പോയിന്റ് താഴ്ന്ന് 22,068 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസ് സെക്ടറും ഒരു ഇടിവിൻ്റെ പാതയാണ് കാണിക്കുന്നത്. രണ്ടും റെഡ് സെഗ്മെന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 724 പോയിന്റ് താഴ്ന്ന് 72,944 എന്ന നിലയിലാണ്. 73,000 എന്ന് പറയുന്ന ആ നിലയിൽ നിന്ന് താഴേക്ക് വന്നിരിക്കുന്നു. ഇനി ഡോളർ രൂപ എക്സ്ചേഞ്ച് റേറ്റ് നോക്കിയാൽ ഇന്ന് ഡോളറിനാണ് നേട്ടം. രൂപ ഇന്ന് ദുർബലമായ നിലയിലാണ്. 9 പൈസ കുറഞ്ഞ് 82 രൂപ 88 പൈസ എന്ന നിലയിലാണ് ഡോളറിനെതിരെ രൂപയുടെ വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് ട്രെൻഡ് അനലൈസ് ചെയ്യാനായി ശ്രീ പ്രിൻസ് ജോർജ് ഉണ്ട്, MD DBFS. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പ്രിൻസ് ജോർജ്. ഇന്ന് വിപണിയെ ബാധിക്കുന്ന കുറേ ഘടകങ്ങളുണ്ടല്ലോ. ഇന്നും MS ഈ സെക്ടറുകൾ, അതായത് സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്പ് ഒക്കെ ഒരു ഇടിവാണ് കാണിക്കുന്നത്. പിന്നെ ഈ മഹാദേവ് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിപണിയിലേക്ക് ഫണ്ട് ഒഴുകിയത് ചില ഡമ്മി അക്കൗണ്ടിലൂടെയാണെന്ന EDയുടെ ഒരു പരാമർശവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഏത് രീതിയിൽ വിപണിയെ സ്വാധീനിക്കും? ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന. ഇന്നിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡീപ്പായിട്ടുള്ള ഒരു കറക്ഷനിൽ കൂടെയാണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രാവിലത്തെ ഒരു ട്രെൻഡ് ജസ്റ്റ് ഒരു പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നെഗറ്റീവിലേക്ക് വന്നു. എങ്കിലും ഒരു 22,000 ലെവലില് നിഫ്റ്റിക്ക് 22,200 ലെവലില് നിഫ്റ്റിക്ക് സപ്പോർട്ട് കിട്ടുമെന്നാണ് പൊതുവെ മാർക്കറ്റിലുള്ള ആളുകളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ സപ്പോർട്ട് ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് ശക്തമായിട്ടുള്ള സെല്ലിംഗ്, അത് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിൽ തുടങ്ങിയ സെല്ലിംഗ് ഇപ്പോൾ ലാർജ് ക്യാപ്പിലേക്കൂടെ വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം. മാർക്കറ്റിന്റെ ഒരു നെർവസ്നെസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മ്യൂച്വൽ ഫണ്ടുകൾ വഴി വലിയ തോതിൽ പണം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ മാർക്കറ്റുകളിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. പക്ഷെ ആ വന്നതിൽ കൂടുതൽ ഫണ്ടും മിഡ് ആൻഡ് സ്മോൾ ക്യാപ് മ്യൂച്വൽ സ്കീമുകളിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ ആ സ്കീമുകൾക്കാണ് ഒരു റിസ്ക്. ഇപ്പൊ സെബി ചെയർമാൻ പറഞ്ഞപ്പോൾ ആ സ്കീമുകൾ ഒരു ഫോഴ്സ്ഡ് സെല്ലിംഗിലേക്ക് പോകും, അവിടുന്ന് റിഡംഷൻസ് ഉണ്ടാകും, അങ്ങനെ മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു ഹൈപ്പോത്തസിസിലാണ് ഈ സെല്ലിംഗ് നടക്കുന്നത്. സാധാരണ കറക്ഷൻ വരുമ്പോൾ ഇത്തരം ന്യൂസുകളൊക്കെ വരുന്നതാണ്. എന്തായാലും മാർക്കറ്റിന് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. 22,200 വിട്ട് 22,050 ലെവലിലേക്ക് എത്തി. ഈ മഹാദേവ് ആപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഒരു ന്യൂസ് എന്നുള്ളതേ ഉള്ളൂ. ഏതാണ്ട് 1,000 കോടി രൂപയുടെ അടുത്തുള്ള ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകാം. അതിന് ഇപ്പൊ എൻക്വയറി ഒക്കെ നടക്കും. അത് ഒരു പരിധി കൂടുതൽ മാർക്കറ്റിനെ ഒന്നും ബാധിക്കാനില്ല. മാർക്കറ്റിന്റെ സൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ വളരെ ചെറിയ ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ ഒരു സെന്റിമെന്റലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും ഞാൻ കാണുന്നില്ല. ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാകുന്നു. ബാക്ക് ടു ഹാഷ്മി.